പൊന്നാനി ചന്തപ്പടിയിലെ ബെൻസി പോളി ക്ലിനിക് നടത്തുന്ന ഹെൽത്ത് ഫസ്റ്റ് സ്റ്റാഫ് വെൽനസ് പരിപാടിയുടെ ഭാഗമായി പോലീസുകാർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജീവനക്കാരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സന്തുഷ്ടമായ തൊഴിലിടം സൃഷ്ടിക്കുന്നതിനുമായി ബെൻസി പോളി ക്ലിനിക് നടത്തുന്ന ഹെൽത്ത് ഫസ്റ്റ് സ്റ്റാഫ് വെൽനസ് പരിപാടിയുടെ ഭാഗമായാണ് പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആദ്യഘട്ടം അക്ബർ ട്രാവൽസിലെ ജീവനക്കാർക്കായാണ് ഷുഗർ, പ്രഷർ, നേത്രരോഗ പരിശോധനകൾ നടത്തിയത്. സർക്കാർ സ്ഥാപനങ്ങളിൽ നടത്തുന്ന ക്യാമ്പുകളുടെ ആദ്യഘട്ട ഉദ്ഘാടനം കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശശീന്ദ്രൻ മേലയിൽ നിർവഹിച്ചു. മെഡിക്കൽ കോളേജുമായി ചേർന്നിട്ട് പോലീസ് അസോസിയേഷൻ ഒരു ക്യാമ്പ് വെച്ചു. ആ ക്യാമ്പ് വെച്ചതിൽ അന്ന് ഞാനതിൽ മനഃപൂർവ്വം പങ്കെടുത്തില്ല. കാരണം അസോസിയേഷൻ്റെ എല്ലാ പരിപാടിയിലും ഞാൻ നിർബന്ധമായിട്ടും പങ്കെടുക്കുന്ന ആളാണ്. പക്ഷെ അന്നത്തെ പരിപാടി ഞാൻ പങ്കെടുത്തില്ല. കാരണം എന്താ വെച്ചാൽ അന്ന് MES കോളേജിൽ നിരന്തരമായിട്ട് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ മുഖം നോക്കാതെ കർശനമായിട്ടുള്ള നടപടി, പാരൻസിനെ അടക്കം വിളിച്ച് വരുത്തി കുട്ടികളെ കംപ്ലീറ്റ് നമ്മൾ ജയിലിലെടുത്തിട്ട് അടി ഒതുക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം ഞാനതിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മുഖം നോക്കാത്ത നടപടി പറ്റില്ല എന്നൊരു പ്രയാസം കാരണം ഞാനത് പങ്കെടുത്തില്ല. പക്ഷെ എന്തുണ്ടായിച്ചാൽ എൻ്റെ അസുഖം എന്ന് ഞാൻ വലിയൊരു അസുഖത്തിൻ്റെ പ്രശ്നത്തിൽ എനിക്ക് ഭയങ്കര ക്ഷീണവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് കോവിഡിൻ്റെ പ്രശ്നത്തിൽ കൊണ്ടുവരുന്നു. പക്ഷേ എൻ്റെ അസുഖം തുടങ്ങിയിടത്തുനിന്ന് ലിവർ മിൽക്കും കുറഞ്ഞ മിൽക്കും ഒക്കെ പാർന്ന് അവസാനം ഈ സംഭവങ്ങൾ കംപ്ലീറ്റ് എടുത്ത് വരുന്ന അവസ്ഥ വന്നു. പക്ഷേ അന്ന് മെഡിക്കൽ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിരുന്നു ചെയ്തു ഈ സാധനം ലിവറിൻ്റെ ഭാഗത്ത് മാത്രമാക്കി നമുക്ക് അവസാനിപ്പിക്കായിരുന്നു. ഗോൾ ബ്ലാഡറും ലിവറും കുടലൊക്കെ എൻ്റെ പോയിപ്പോൾ. അപ്പോൾ ചുരുങ്ങിയതിന് 10 കൊല്ലത്തെ ആയുസ്സൊക്കെ കൂടുതൽ കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും എവിടെ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായാലും വെറുതെ കയറി അറ്റൻഡ് ചെയ്യണം. അല്ലാതെ നമ്മളാരും വലിയ പ്രത്യേകിച്ചും അതൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. ഇവിടെ ഇടയ്ക്ക് ലിവർ ഫംഗ്ഷൻ കുറച്ച് കോസ്റ്റ്ലിയാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് ആ ബ്ലഡ് ഗ്രൂപ്പിനോ മറ്റ് സാധനങ്ങളൊക്കെ നോക്കാം. BP നിർബന്ധമായിട്ട് നോക്കണം. ഞാൻ പണ്ട് ഇവിടെ താലൂക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു BPA പാർട്ടീസിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ അവിടുത്തെ താലൂക്ക് ഓഫീസിൽ എല്ലാ ജീവനക്കാരും BP നോക്കി. 2 ആൾക്ക് യാദൃശികമായിട്ട് കണ്ടുപിടിച്ചു. 2 ആളെ ഞാൻ പേടിപ്പിച്ചു. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കൃത്യമായിട്ട് മരുന്ന് കൊടുത്തു. പക്ഷെ ഒരാൾ ചാടിപ്പോയി, അയാൾക്ക് സ്ട്രോക്ക് വന്നു. ഒരു ഭാഗം കഴിഞ്ഞ് ഇപ്പോൾ കിടക്കുക. ഭയങ്കര നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ. ആരോഗ്യരംഗത്ത് നമ്മൾ വളരെ പ്രത്യേകിച്ച് പോലീസ് ഒട്ടപ്പുരിയാണ്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഏതായാലും ഇന്നൊരു അവസരം നമുക്ക് ഒരുക്കി തന്ന ബെൻസി ഗ്രൂപ്പിനും അതിന് മുൻകൈയെടുത്ത യൂത്തുകാർക്കും അതുപോലെ മുമ്പുകാർക്കും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. PV അയ്യൂബ് അധ്യക്ഷത വഹിച്ചു. സബ് ഇൻസ്പെക്ടർ ശ്രീലേഷ്, ബാബു പൂളക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ക്യാമ്പ് ഡയറക്ടർ മുഹമ്മദ് പൊന്നാനി സ്വാഗതവും സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ നന്ദിയും പറഞ്ഞു. ബെൻകോ ഫുഡ് ആൻഡ് ബെവറേജസ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം. ബെൻകോ കോക്കനട്ട് ഓയിൽ. ബെൻസി പോളി ക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ. Bensi Polyclinic. We care for your health. നൂർ ഹോസ്പിറ്റലിലെ നാളത്തെ ഡോക്ടർമാർ.